ടിക്കറ്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിംഗർ പ്രിന്റ് സെർച്ച് എക്സാമിന് വേണ്ടി കെമിസ്ട്രിയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് പാർട്ട് 3 ക്ലാസ് ആണ്. മുൻപത്തെ ക്ലാസ് കാണാത്തവർക്കുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. എല്ലാ വീഡിയോസും പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. നമുക്ക് ക്ലാസ്സിലേക്ക് എടുക്കാം. ദ മോസ്റ്റ് അബ്യൂണ്ടന്റ് ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ഓഫ് മാസ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ്. The most abundant gas in the atmosphere of Mars is carbon dioxide. Pearl ash is potassium carbonate. Pearl ash എന്ന് പറയുന്നത് എന്താണ്? Potassium carbonate. The gas emitted by plants during daytime is oxygen. സസ്യങ്ങൾ ഡേ ടൈമിൽ പുറത്തുവിടുന്ന ഗ്യാസ് ഏതാണ്? ഓക്സിജൻ. The recent atomic weight scale is based on കാർബൺ 12-6 അല്ലേ? ദ റീസൺ ആറ്റോമിക് വെയിറ്റ് സ്കെയിൽ ബേസ്ഡ് ഓൺ ചെയ്തിരിക്കുന്ന എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കാർബൺ 12-6. ഈ 12-6 എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ കാണാം 12 എന്ന് പറയുന്നത് മാസ് നമ്പർ ആണ്. 6 എന്താണ്? ആറ്റോമിക് നമ്പർ അല്ലേ? മാസ് നമ്പറും ആറ്റോമിക് നമ്പറും അറിയാവുന്ന വിചാരിക്കുന്നു. സിമ്പിൾ ആയിട്ട് വേഗം പറഞ്ഞുതരാം. മാസ് നമ്പർ എന്ന് പറയുന്നത് പ്രോട്ടോൺസ് പ്ലസ് ന്യൂട്രോൺസിനെയാണ് മാസ് നമ്പർ എന്ന് പറയുന്നത്. ആറ്റോമിക് നമ്പർ എന്താണ്? നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. അതായത് മാസ് നമ്പറെ ഡിനോട്ട് ചെയ്യുന്ന സിമ്പിൾ എന്താണ്? എ എന്നുള്ള സിമ്പിൾ വെച്ചാണ് മാസ് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. ഇസഡ് എന്ന സിമ്പിൾ വെച്ചിട്ടാണ് ആറ്റോമിക് നമ്പർ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പം കാർബൺ 12-6 എന്ന് വെച്ചാൽ 12 എന്ന് വെച്ചാൽ മാസ് നമ്പറും 6 എന്താണ്? ആറ്റോമിക് നമ്പർ. ദ കെമിക്കൽ നെയിം ഓഫ് യൂറിയ ഈസ് കാർബമൈഡ്. യൂറിയയുടെ കെമിക്കൽ നെയിം എന്താണ്? കാർബമൈഡ്. ദ മെറ്റൽ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ഫോട്ടോ ഫിലിംസ് ഈസ് സിൽവർ. ഫോട്ടോ ഫിലിംസിൽ പ്രസന്റ് ആയിട്ടുള്ള മെറ്റൽ ഏതാണ്? സിൽവർ. ദ മെറ്റൽ ദാറ്റ് ഈസ് പ്രസന്റ് ഇൻ ഫോട്ടോ ഫിലിംസ് ഈസ് സിൽവർ. ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഡി സബ്ഷെൽ ഈസ് 5. ഡി സബ്ഷെല്ലിലെ നമ്പർ ഓഫ് ഓർബിറ്റൽസ് എത്രയാണ്? 5. ദ നമ്പർ ഓഫ് ഓർബിറ്റൽസ് ഇൻ എ ഡി സബ്ഷെൽ ഈസ് 5. ഓൾമോസ്റ്റ് entire mass of an atom is concentrated in the nucleus. Almost entire mass of an atom is concentrated in the nucleus. Hydrogen spectrum was first explained by Niels Bohr. Hydrogen spectrum first explain ചെയ്തത് Niels Bohr. According to Dalton's atomic theory, the smallest particle which can exist independently is an atom. According to Dalton's atomic theory, the smallest particle which can exist independently is an atom. Scheelite is calcium tungstate mineral. Scheelite എന്ന് വെച്ചാൽ എന്താണ്? കാൽഷ്യം ടങ്സ്റ്റേറ്റ് മിനറൽ. ചെർണോബിൾ ഡിസാസ്റ്റർ വാസ് ഓൺ 26 ഏപ്രിൽ 1986. ചെർണോബിൾ ഡിസാസ്റ്റർ എന്നായിരുന്നു? 26 ഏപ്രിൽ 1986. The lightest noble gas is helium. ലൈറ്റസ്റ്റ് നോബിൾ ഗ്യാസ് ഏതാണ്? ഹീലിയം. ദ അനസ്തെറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറോഫോം വാസ് ഡിസ്കവേർഡ് ബൈ ജെയിംസ് യങ് സിംപ്സൺ. അനസ്തെറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് ക്ലോറോഫോം ആരാണ് കണ്ടുപിടിച്ചത്? ജെയിംസ് യങ് സിംപ്സൺ. PVC plastics are obtained from vinyl chloride by the process of polymerization. PVC plastics are obtained from vinyl chloride by the process of polymerization. The point at which the solid, liquid and gaseous forms of a substance coexist is called its triple point. എന്താണ് ട്രിപ്പിൾ പോയിന്റ്? The point at which the solid, liquid and gaseous forms of a substance coexist is called its triple point. In breeder reactors, uranium-238 is converted into plutonium-239. In breeder reactors, uranium-238 is converted into plutonium-239. The type of glass used in making lenses and prisms is flint glass. ലെൻസും പ്രിസം മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഗ്ലാസ് ഏതാണ്? ഫ്ലിന്റ് ഗ്ലാസ്. The metal which is protected by a layer of its own oxide is aluminium. The metal which is protected by a layer of its own oxide is aluminium. Galena is an ore of lead. Galena എന്തിന്റെ അയിരാണ്? lead. Benzene was discovered by Michael Faraday. ബെൻസീൻ ആരാണ് കണ്ടുപിടിച്ചത്? മൈക്കിൾ ഫാരഡേ. The quantity of electricity required to liberate 1 gram equivalent weight of an element is
96,500 coulombs. The quantity of electricity required to liberate 1 gram equivalent weight of an element is 96,500 coulombs. The most abundant particle in the universe is photons. The most abundant particle in the universe is photons. The second most abundant particle in the universe is neutrinos. The second most abundant particle in the universe is neutrinos. The element present in the fullerene is carbon. The element present in fullerene is carbon. The constituents of petroleum are separated by fractional distillation. The constituents of petroleum are separated by fractional distillation. An antifreeze is ethylene glycol. An antifreeze is ethylene glycol. Dynamite was invented by Alfred Bernhard Nobel. Dynamite ആരാണ് കണ്ടുപിടിച്ചത്? Alfred Bernhard Nobel. The alcohol which is used to make perfumes is ethanol. Perfumes make ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൽക്കഹോൾ ഏതാണ്? ethanol. The first classification of elements was done by Lavoisier. The first classification of elements was done by Lavoisier. The radioactive disintegration theory was given by Ernest Rutherford and Frederick Soddy. Radioactive disintegration theory was given by Ernest Rutherford and Frederick Soddy. Natural radioactivity was discovered by Henry Becquerel. Natural radioactivity ആരാണ് കണ്ടുപിടിച്ചത്? Henry Becquerel. Solutions with same osmotic pressure are called isotonic solutions. Solutions with same osmotic pressure are called isotonic solutions. Substance that can cause a change in the rate of chemical reaction without itself being consumed in the reaction is called catalyst. Catalyst എന്താണ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതല്ലേ? Catalyst ഏതാണ്? Substance that can cause a change in the rate of a chemical reaction without itself being consumed in the reaction is called catalyst. Buna S rubber is otherwise known as styrene butadiene rubber. SBR. എന്താണ് SBR? Styrene butadiene rubber. Buna S rubber is otherwise known as SBR. Monomer of orlon is acrylonitrile, vinyl cyanide. Monomer of orlon is acrylonitrile, അതായത് vinyl cyanide. DDT is chemically, DDT നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ്. DDTയുടെ ഫുൾ ഫോം ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. DDT chemically is ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. Alizarin is used in dyeing. Alizarin എവിടെയാണ് യൂസ് ചെയ്യുന്നത്? dyeing. An ester used as medicine is methyl salicylate. മെഡിസിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന എസ്റ്റർ ഏതാണ്? methyl salicylate. The Latin name of potassium is kalium. പൊട്ടാസ്യത്തിന്റെ ലാറ്റിൻ നെയിം ആണ് കാലിയം. വണ്ടർ മെറ്റൽ is ടൈറ്റാനിയം. വണ്ടർ മെറ്റൽ എന്നറിയപ്പെടുന്നത് ഏതാണ്? ടൈറ്റാനിയം. Curd is sour due to the process of lactic acid. Curd is sour due to the process of lactic acid. Electrochemical cell converts chemical energy into electrical energy. Electrochemical energy converts chemical energy into electrical energy. Trinitrotoluene TNT is an explosive. TNT is an explosive. Chinese salt is monosodium glutamate. അതിനെയാണ് അജിനോമോട്ടോ എന്ന് പറയുന്നത്. Chinese salt is Ajinomoto, that is monosodium glutamate. Hidden gas is krypton. Hidden gas എന്നറിയപ്പെടുന്ന ഏതാണ്? krypton. Chlorine was discovered by Carl Wilhelm Scheele. Chlorine ആരാണ് കണ്ടുപിടിച്ചത്? Carl Wilhelm Scheele.